ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ശാന്തിഗിരി ആശ്രമത്തിലേക്കാണ്. ശാന്തിഗിരി ആശ്രമം എന്ന് മാത്രമല്ല, ലോട്ടസ് ടെമ്പിൾ എന്നും അറിയപ്പെടുന്നത് ഇവിടെ തന്നെയാണ്. കോഴിക്കോട് നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് ആ ലോട്ടസ് ടെമ്പിളിലെത്തി കാലൊക്കെ കഴുകി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ നമ്മളിത് അകത്തേക്ക് കയറി. ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവർക്കും എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവിടുത്തെ സ്റ്റെപ്പിലൊക്കെ കയറി നല്ല കളിയാണ്. കുറേ നേരം നടന്ന് കണ്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫിനെ നമ്മൾ പരിചയപ്പെട്ടത്. അദ്ദേഹം അവിടുത്തെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേട്ട് നോക്കാം. ഇതിൻ്റെ മെയിൻ തിരുവനന്തപുരം പോത്തൻകോടാണുള്ളത്. ഇവിടെ ഇത് ബ്രാഞ്ചാണ്. അങ്ങനത്തെ 28ഓളം ബ്രാഞ്ചുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്, കേരളത്തിൻ്റെ അകത്തും പുറത്തും. ഇവിടെ നമുക്ക് ഇത് കക്കോടി ബ്രാഞ്ച് 2014 ഇവിടെ തറക്കല്ലിട്ടത്. നമ്മുടെ ഗുരു നവജ്യോതി ശ്രീ കരുണാകര ഗുരുവാണ് ശാന്തിഗിരി സ്ഥാപിച്ചത് 64 കാലഘട്ടങ്ങൾ. അപ്പോൾ അവിടെ പോത്തൻകോട്, തിരുവനന്തപുരം പോത്തൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണ് ഗുരു ആശ്രമം ആരംഭിച്ചത്. പടവഞ്ഞ, അതായത് പൂലന്തറയിൽ നിന്നും പടിഞ്ഞാറ് വശം ആയിട്ട് അവിടെയാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ ബ്രാഞ്ചുകൾ പല സ്ഥലത്ത് വരുന്നുണ്ട്. 2014 തറക്കല്ലിട്ടു. അത് ഇപ്പോൾ അന്ന് ഗുരു ശരീരം വിട്ടുപോയി. പക്ഷേ എല്ലാ കാലത്തും ഗുരുവോളം ഉയർന്ന ഒരു ശിഷ്യൻ പരമ്പരയിലുണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വസ്തുത. പക്ഷെ എല്ലാ കാലത്തും നമുക്ക് എല്ലാ അറിവുകളും കിട്ടാനും അങ്ങനെയാണ്. അങ്ങനെ വീണ്ടും നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു.